ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഡെലീഷ്യസ് ടൈൽസിന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയിട്ട് നമ്മളിത് ഇവിടെ ഒരു ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിരിയാണി കുക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും ഇട്ടില്ല. നമ്മൾ ചാനലിൽ വേറെ വീഡിയോസിൽ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് വിചാരിച്ചു ബിരിയാണി ഉണ്ടാക്കി ഇല വെട്ടി പൊതിഞ്ഞ് ഇങ്ങനെ സൂക്ഷിച്ച് കുറച്ച് നേരം വച്ചിരുന്ന് ബിരിയാണി കഴിക്കുന്ന വീഡിയോ ആവട്ടെ എന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും വേണ്ടി നമ്മൾ ഈ ബിരിയാണി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നല്ല ടേസ്റ്റി സൂപ്പർ യമ്മി ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ മുന്നേ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കുഞ്ഞു ബിരിയാണി, സാധാ ബിരിയാണി, എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ബിരിയാണി വയ്ക്കാൻ പാത്രമൊന്നും ഇല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഉരുളിയിലാക്കി ബിരിയാണി ഉള്ളത് കൊണ്ട്, ഓണം പോലെ നമുക്ക് ഉള്ളത് കൊണ്ട് ക്രിസ്മസ് പോലെ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇല വെട്ടാൻ പോകണം. ഇല വെട്ടിയിട്ട് നമ്മൾ ഇലയിൽ പൊതിഞ്ഞ് വെച്ചിട്ട് ആണ് നമ്മൾ ഇന്ന് ബിരിയാണി കഴിക്കുന്നത്. നമ്മൾ പൊതിച്ചോറ് വെക്കുന്ന പോലെ ബിരിയാണി പൊതിഞ്ഞ് വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ കുക്കിംഗ് എല്ലാം ഒരുവിധമായി. ഇനി ചോറൊന്ന് വെന്താൽ മതി. അത് വെന്ത് വരുന്നതിനെ കൊണ്ട് നമുക്ക് പോയി ഇല വെട്ടാം. അങ്ങനെ ഞങ്ങൾ ബിരിയാണിക്ക് ഇല വെട്ടാനായിട്ട് പോവുകയാണ്. ഇല വെട്ടാനായിട്ട് നമ്മുടെ അവിടെ വാഴയിലയൊന്നും ഇല്ല, വാഴയില ഉള്ളതൊക്കെ തീർന്നു പോയി. അപ്പോൾ ഇനി കുഞ്ഞമ്മേരെ അവിടെ പോയി വാഴയില വെട്ടിക്കൊണ്ട് വന്നിട്ട് വേണം ബിരിയാണി ഇല പൊതിയാനായിട്ട്. അപ്പോൾ ഞാൻ എവിടെ പോയാലും വാല് പോലെ 3 പേര് എൻ്റെ കൂടെ കാണും, മഞ്ഞയും ജാനുവും ബാലയും. അപ്പം നമ്മളെല്ലാവരുടെ നിരനിര വരിവരിയെ നമ്മൾ ഇല വെട്ടാനായിട്ട് പോവുകയാണ്. ഞാൻ ഈ മുന്നേ പോകുന്നതിന് കാര്യമൊന്നുമില്ല. എനിക്ക് മണ്ടേ കയറി ഇല വെട്ടാനൊന്നും പറ്റത്തില്ല. ഞാനിങ്ങനെ പോയി നോക്കി വായും തുറന്ന് നിന്ന് എത്തിപ്പിടിക്കാനേ പറ്റുള്ളൂ. എനിക്ക് പൊക്കമില്ലാത്തത് കൊണ്ട് തന്നെ മഞ്ഞയാണ് മണ്ടേ കയറി ഇല വെട്ടുന്നത്. അപ്പോൾ ഞാൻ പിച്ചാത്തിയൊക്കെ കൊണ്ട് നിൽക്കുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ ഇല വെട്ടി മെറിക്കുന്നു വിചാരിക്കും കേട്ടോ. ഒന്നുമില്ല, ചുമ്മാ ജാട മാത്രമാണിത്. നമ്മളിവിടെ ചോറുണ്ടാക്കിയാലും ബിരിയാണി ഉണ്ടാക്കിയാലും നെച്ചോറുണ്ടാക്കിയാലും ഉടനെ പറയും പൊതിഞ്ഞ് കഴിക്കാമെന്ന്. കാരണം ഇവിടെ പൊതിച്ചോറ് ഒരു ഇഷ്ടമുള്ളൊരു ഫാമിലിയാണ് നമ്മുടെ ഫാമിലി. അപ്പോൾ ഇത് കുഞ്ഞമ്മയുടെ തോട്ടമാണ് കേട്ടോ, കുഞ്ഞ് കൃഷിത്തോട്ടം. അഗസ്തിപ്പൂവും വഴുതനങ്ങയൊക്കെ ഉണ്ട്. ഞാനിവിടെ ചുമ്മാ കിടന്ന് എത്തുവാനായിട്ട് എനിക്ക് എത്തുന്ന പോലും ഇല്ല. എൻ്റെ പ്രഹസനം കണ്ടതൊന്നും ഞാനിപ്പോൾ ഇല വെട്ടി മറിക്കുമെന്ന് ഒന്നുമില്ല. ഇപ്പോൾ ഇത് കണ്ടിട്ട് മഞ്ഞ കഴിഞ്ഞതാ ഞാൻ പോയി വെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞുകൊണ്ട് മണ്ടേ വലിഞ്ഞു പിടിച്ച് കയറി വെട്ടുന്നുണ്ട്. മുന്നേയൊക്കെ കയറി പോകാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ എനിക്ക് കൈയൊന്നും വയ്യാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ കൈ കുത്തിയൊന്നും കയറി പോകാൻ പറ്റത്തില്ല. ബാലുദാ ഇവിടെ നിൽക്കുന്ന കുഞ്ഞുമേരെ വഴുതനങ്ങയൊക്കെ തൊട്ട് നോക്കുമായിരുന്നു കേട്ടോ. അപ്പം ഇലയെല്ലാം വെട്ടിക്കൊണ്ട് ചെന്നിട്ട് വാട്ടി സെറ്റാക്കി കുറച്ച് നേരം അങ്ങ് ബിരിയാണി പൊതിഞ്ഞ് വയ്ക്കാം. പൊതിഞ്ഞ് വെച്ചിട്ട് കഴിക്കുമ്പോഴല്ലേ നല്ല മണമെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ മണം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഞാൻ പൊതിച്ചോറുണ്ടാക്കി കഴിക്കുന്നത്. എനിക്ക് പൊതിച്ചോറ് ഇലയിലിരിക്കുമ്പോഴുള്ള മണമെന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ 4 ഇല വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 4 പേർക്ക്, അമ്മ ബിരിയാണി കഴിക്കത്തില്ല, അമ്മയ്ക്കിന്ന് ചോറാണ്. അപ്പോൾ ഇല വീട്ടിക്കൊണ്ടുവന്ന് ഉടനെ വാട്ടിയെടുത്ത് ഞങ്ങളിവിടെ ഇല വാട്ടി വെക്കുവാണെങ്കിൽ വാട്ടി അത് പൊതിഞ്ഞ് വെച്ചിട്ട് അതിനകത്ത് എല്ലാവരുടെയും പേര് എഴുതി വയ്ക്കും. ഇനി മാറിപ്പോകത്തില്ല, കാരണം ഓരോരുത്തർക്കും ചോറിൻ്റെ അളവ് ഓരോന്നാണ്. അതുകൊണ്ട് തന്നെ വാട്ടി നമ്മൾ ഇലയിൽ പേരൊക്കെ എഴുതി വെച്ചിട്ടാണ് നമ്മൾ കഴിക്കാനായിട്ട് മാറ്റി വെച്ചേക്കുന്നത് പൊതിഞ്ഞ ചോറ്. ഇന്നത്തെ ബിരിയാണി ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ട് കുക്ക് ചെയ്തതാണ്. കുക്കറിലല്ല വെച്ചത്, കാരണം നമ്മളിവിടെ എനിക്ക് ഇല്ലാത്തൊരു സാധനം ഈ ബിരിയാണി ചെമ്പ്. ബിരിയാണി വയ്ക്കാനായിട്ടൊരു വലിയ പാത്രമില്ല. സാധാരണ ചരുവത്തിലും അങ്ങനെയുള്ള കുഞ്ഞു ചരുവത്തിലൊക്കെ വയ്ക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ചിക്കൻ കറി വെച്ച അതേ ഉള്ളിൽ തന്നെ ചിക്കൻ റൈസും കൂടെ ഒരുമിച്ചിട്ടാണ് കുക്ക് ചെയ്തത്. അപ്പോൾ അതങ്ങ് ഒരുമിച്ചങ്ങ് വയ്ക്കാമെന്ന് വിചാരിച്ചു. നല്ല മണമായിരുന്നു കേട്ടോ. അപ്പം നന്നായിട്ടങ്ങ് വെന്തിട്ടുണ്ടായിരുന്നു. കുഴഞ്ഞു പോയെന്നല്ല, നല്ലതായിട്ട് റൈസ് എല്ലാം പരുവത്തിനായിരുന്നു. അപ്പം നല്ല ചുമന്ന കളർ ബിരിയാണി ആയിരുന്നു. അപ്പം ഞാൻ പപ്പടവും സാലഡും എല്ലാം ഒരുമിച്ച് അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നേ. ചിലവർക്ക് പപ്പടം ഇങ്ങനെ ഒരുമിച്ച് വെച്ച് പൊതിയുന്ന ഇഷ്ടമല്ല. അപ്പം ഞങ്ങൾക്കൊക്കെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ എല്ലാം വയറ്റിലിട്ടല്ലേ പോകുന്നത്. അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചങ്ങ് പൊതിഞ്ഞങ്ങ് വെട്ടി വെച്ചു കേട്ടോ. കാരണം ഈ പൊതിയിലിരുന്നിട്ട് പപ്പടവും കൂടി ഇതിനകത്ത് പൊടിഞ്ഞ് ചേർന്നിരിക്കുമ്പോഴത്തേക്കിങ്ങനെ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം ബാലയ്ക്ക് ഇത് തുറന്നപ്പോഴത്തേക്ക് എന്തോ അമ്മേ പപ്പടം ഇല്ലാണ്ട് പൊടിഞ്ഞ് ഇതിനകത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ ചോദിക്കുന്നതായിരുന്നു. ബാക്കി ആർക്കൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മളിവിടെ അങ്ങനെ ഞാൻ ഫസ്റ്റ് പൊതി മഞ്ഞയുടെ പൊതിയായിരുന്നു. അവൾക്ക് പൊതിഞ്ഞ് പേരൊക്കെ എഴുതി അങ്ങ് മാറ്റി വെച്ച്, പേനയിട്ട് അല്ലെങ്കിൽ പെൻസിലിട്ട് പേരെഴുതി മാറ്റി വയ്ക്കും. ഇനി പൊതി തിരിഞ്ഞു പോയി എന്ന് പറഞ്ഞ് ഇനി പരാതി അടിയെന്ന് നടക്കരുത്. അതുകൊണ്ട് പേരെഴുതി മാറ്റി വയ്ക്കുന്നത്. ബിരിയാണി അടുത്തത് പിള്ളേഴ്സിൻ്റെയാണ്. 2 മക്കളുടെയും പൊതിഞ്ഞു. പിന്നെ എൻ്റെ പൊതിച്ചോറും എൻ്റെ പൊതി ബിരിയാണിയും പൊതിഞ്ഞു വെച്ച് എല്ലാം നിരത്തി വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനായിട്ട് വെച്ച് കേട്ടോ. ഇത് പൊതിഞ്ഞ് വയ്ക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് പിന്നെ ക്ഷമയില്ല. കഴിക്കാമെന്ന് പറഞ്ഞ് വരും. എങ്ങനെയെങ്കിലും ഒരു 1.5 മണിക്കൂർ പിടിച്ചിരുത്തിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി തറയിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്. ഈ പൊതിച്ചോറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ തറയിലിരുന്നാണ് കഴിക്കുന്നത്. ചമ്രം പഠിച്ചിരിക്കാൻ ആർക്കും അറിയത്തില്ല. ബാലയൊക്കെ ഇരിക്കുന്നുണ്ടോ, എല്ലാം മുട്ടുകുത്തിയൊക്കെ ഇരിക്കുന്നത്. കാരണം തറയിലിരിക്കുന്നില്ലല്ലോ, ശീലിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾക്ക് ആർക്കും ചമ്മണക്കാല് കൂട്ടിയിരിക്കാൻ, ചമ്രം പടിഞ്ഞിരിക്കാൻ അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഒരുമിച്ചിരുന്ന് നമ്മൾ പൊതിച്ചോറ് എല്ലാവരും കൂടി വട്ടം കൂടി ഇരുന്ന് കഴിച്ചങ്ങ് തീർത്ത് കേട്ടോ. അപ്പം നല്ലൊരു ക്രിസ്മസ് ദിനം നല്ല രീതിയിൽ ഫുഡ് കഴിച്ച് ഞങ്ങളങ്ങ് ആസ്വദിച്ച് തീർത്തു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് എല്ലാവരും നല്ല ടയേർഡായി കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസ് ഇങ്ങനെ ബിരിയാണി കഴിച്ച് കേക്ക് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ പ്ലം കേക്ക് ഈവനിങ് കട്ട് ചെയ്യാനായിട്ട് കേക്ക് കട്ട് ചെയ്യണം. അപ്പോൾ അതുകൂടെ ആകുമ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങളെല്ലാം കഴിയും. അങ്ങനെ ഇവിടെ ഹാപ്പി ആയിട്ട് പോയി ക്രിസ്മസൊക്കെ. നമുക്കെല്ലാ ആഘോഷങ്ങളും ഫുഡ് അടിയാണ് കേട്ടോ. ഫുഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് എന്തും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.
ഇങ്ങനെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. കാരണം ഞാൻ ക്യാമ്പ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് സ്കിന്നൊക്കെ ഭയങ്കര ഡള്ളായിട്ടിരിക്കും. അപ്പോൾ ഞാൻ എവിടെ കേട്ടിട്ടുണ്ട് പകൽ ഉറങ്ങുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് ഇച്ചിരിയൊന്ന് ഓക്കെ ആവും, ഡൾനെസ്സൊക്കെ മാറും. പിന്നെ എന്നാൽ പിന്നെ ഉറങ്ങി നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന രീതിയിൽ നമ്മൾ സ്കിൻ ഓക്കെ ആക്കാം, ഫെയർ ആക്കാം. അപ്പോൾ പകൽ ഉറങ്ങുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി ഗ്ലോ വരുമെന്നോ കേട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ അങ്ങനെ ഒരു ഗ്ലോ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഈ വെക്കേഷൻ ടൈം എല്ലാ ദിവസവും പകലൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് ഉറങ്ങാൻ നോക്കും. അപ്പോൾ നമ്മളെ ക്ഷീണമൊക്കെ അങ്ങ് മാറുമല്ലോ. കാരണം ക്യാമ്പ് ഡ്യൂട്ടി സമയത്ത് ഉറക്കം കിട്ടിയിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ ഫാൻ ഇട്ടേക്കുന്നതിൻ്റെ സൗണ്ടുണ്ട്, അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോസ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാച്ചാ, ബൈ ബൈ.